ഈ വീഡിയോയിൽ ഞാൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസും പിന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസും, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇത് രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോണത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് രണ്ട് ടൈപ്പിലുള്ളതെന്ന് ഞാൻ ആദ്യം പറയുന്നത്. ഡിസ്ക്രീറ്റിലെ ആദ്യത്തെ രണ്ടെന്ന് പറയുന്നത് ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, രണ്ട് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഓരോ തിയറികളാണ്. ഇനി ഇത് ഡിസ്ക്രീറ്റ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ വരുന്ന രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോസോൺ ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ, ഇനി കണ്ടിന്യൂവസ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, exponential distribution, uniform distribution. കുറേ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ട്. നമ്മൾ ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ചാണ് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനനുസരിച്ച് സമയത്തിനനുസരിച്ച് മറ്റുള്ള ഡിസ്ട്രിബ്യൂഷൻസൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തത് ഞാൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് പഠിപ്പിക്കണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് വേറൊരു പേര് പറയും ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. അത് ഒരു ജെയിംസ് ബെർണോളി എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റീഷ്യനാണ്. അയാളായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളതിനെ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയണം. എല്ലാ ഡിസ്ട്രിബ്യൂഷനും എല്ലാ പ്രോബ്ലത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല. ചില പ്രോബ്ലത്തിന് ബൈനോമിയൽ ഉപയോഗിക്കാൻ പറ്റുക, ചില പ്രോബ്ലത്തിന് പോസോൺ ആവാൻ പറ്റുക, ചിലതിന് നോർമൽ ആയിരിക്കും പറ്റുക, ചിലതിന് എക്സ്പൊണൻഷ്യൽ ആവാൻ പറ്റുക, ചിലതിന് യൂണിഫോം ആയിരിക്കും പറ്റുക. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ പ്രോബ്ലത്തിനും ബൈനോമിയൽ ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ഓരോ ഇതുകൾക്കും അസംഷൻ ഉണ്ട്. ഇന്ന പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് ബൈനോമിയൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇന്ന പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പോസോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള റൂൾസുകൾ ഓരോ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അപ്പം നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി യൂസ്ഡ്. അത് നമ്മൾ മുമ്പ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കണം. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത അതിന് രണ്ട് ഔട്ട്കമ്മേ പാടുള്ളൂ. അതായത് നമ്മൾക്ക് തരുന്ന പ്രോബ്ലത്തിൽ ആ എക്സ്പെരിമെൻറ്റിൽ രണ്ട് ഔട്ട്കം മാത്രം വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബൈനോമിയൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റയർ ഇവൻറ്റുകൾക്ക് മാത്രമേ പോസോൺ ഡിസ്ട്രിബ്യൂഷൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ഒരു സിംഗിൾ ട്രയലിൽ വരുന്ന പ്രോബബിലിറ്റി വളരെ ചെറുതായിരിക്കും, വെരി ലെസ്, ഭയങ്കര ചെറുതായിരിക്കും. റയർ ഇവൻറ്റുകൾ അങ്ങനെ വരുന്നതിന് മാത്രമാണ് നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാനത് എടുക്കുമ്പോൾ പറഞ്ഞു തരാം. ബൈനോമിയൽ ആദ്യം പറയാം. അപ്പോൾ ബൈനോമിയൽ പ്രത്യേകത രണ്ട് ഔട്ട്കമ്മേ പാടുള്ളൂ. ആ രണ്ട് ഔട്ട്കമ്മിനെ നമ്മൾ സക്സസ് എന്നും ഫെയിലിയർ എന്നും രണ്ട് ഔട്ട്കം, സക്സസും ഫെയിലിയറും, ഇങ്ങനെ രണ്ട് ഔട്ട്കം മാത്രമാണ് നമ്മൾ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന കാര്യം ഒക്കർ ചെയ്യുമ്പോൾ അത് സക്സസും അല്ലെങ്കിൽ അത് ഫെയിലിയറും, അങ്ങനെയാണ് നമ്മൾ പറയുക. ഇനി ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പ്രോബബിലിറ്റി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതാണ് ഞാൻ പറയാൻ വരുന്നത്. മുമ്പ് പറഞ്ഞു ഇതൊരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് ഡെഫിനിറ്റ് നമ്പറുകളായിരിക്കും. 1, 2, 3, 0 അങ്ങനെയൊക്കെയുള്ള ഡെഫിനിറ്റ് നമ്പറുകളായിരിക്കും. അല്ലാണ്ട് 0.1, 0.2, 0.01 അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒക്കെ ഇങ്ങനത്തെ ഡെഫിനിറ്റ് നമ്പറുകളായിരിക്കും. ഇപ്പോൾ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യണം. ടോസിങ് എ കോയിൻ 3 times. ആ ഒരു എക്സ്പെരിമെൻറ്റ് അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. അത് പ്രത്യേകം എന്ന് വെച്ചാൽ
കോയിന് ഇപ്പം നമ്മൾ പറയണ നമ്പർ ഓഫ് ഹെഡ്സ് അതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഹെഡ് കിട്ടുക, ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് സക്സസ്സും ടെയിൽ കിട്ടിയാൽ അത് ഫെയിലിയർ ആയിരിക്കും. അതായത് ഹെഡ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഫെയിലിയർ, അതായത് നമ്മുടെ ടെയിൽ കിട്ടാന്ന്. ഹെഡ് കിട്ടുന്നില്ല എന്ന് പറയുന്നതാണ് ഫെയിലിയർ ഇവിടെ. അപ്പോൾ അവിടെ 2 ഔട്ട്കമേ ഉള്ളൂ, ഹെഡും ടെയിലും. ഇങ്ങനെ 2 ഔട്ട്കം വരുന്ന ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് ഈ ബൈനോമിയൽ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഡൈൻ്റെ കേസ് അപ്പോൾ നമ്മൾ പറയണ ഈവൺ നമ്പറും ഓഡ് നമ്പറും, ഗെറ്റിംഗ് ഈവൺ നമ്പർ. അപ്പോൾ ഗെറ്റിംഗ് ഈവൺ നമ്പർ എന്ന് പറയുന്നത് സക്സസ്, ഈവൺ നമ്പർ കിട്ടുന്നില്ലെങ്കിൽ ബാക്കിയുള്ള ഓഡ് നമ്പറാണ്, അപ്പോൾ അത് ഫെയിലിയർ ആണ്. ഇങ്ങനെ 2 ഔട്ട്കം ഉള്ളതിന് മാത്രം നമ്മൾ ബൈനോമിയൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും 2 ഔട്ട്കം ആണോ, അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി വേറൊരു രീതി, ഇതിൽ നമ്പർ ഓഫ് ട്രയൽസ് ഫൈനൈറ്റ് ആയിരിക്കണം. ഫൈനൈറ്റ് അതായത് ഇപ്പോൾ 10 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 15 പ്രാവശ്യം 20 പ്രാവശ്യം അത്ര പ്രാവശ്യം കോയിൻ ഇട്ടു, അല്ലെങ്കിൽ ഒരു കോയിൻ 10 പ്രാവശ്യം ഇട്ടു, ഒരു കോയിൻ ഒരു 20 ടൈംസ് ഇട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു കൃത്യം നമ്പറിൽ പറയുമ്പോഴാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതും നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. ഇനി വേറൊരു രീതി നമുക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഫോർ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ എന്ന് പറയുന്നത് ഒരു 0.5, 0.4, 0.3 അങ്ങനെയൊക്കെ വേണം അതിൽ വരിക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വരാം. അതേസമയം പോസോണിലാണെങ്കിൽ പ്രോബബിലിറ്റി ഫോർ സക്സസ് എന്ന് പറയുന്നത് അവിടെ ഒരു സംഭവം, ആ പ്രോബബിലിറ്റി അവർ പറഞ്ഞ റാൻഡം വേരിയബിൾ ഒരു സിംഗിൾ ട്രയലിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0.01, 0.001 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മിക്കപ്പോഴും പ്രോബബിലിറ്റി ഫോർ എ സിംഗിൾ ട്രയൽ എന്ന് പറയുന്നത് 0.1, 0.2, 0.3, 0.4, 0.5 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ബൈനോമിയലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ ഉപയോഗിക്കുന്ന ഒരു സംഭവം. ഇനി ഞാനിവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക അതാണ് ഞാൻ ആദ്യം പറയാൻ പോകണം. ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഇവിടെ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ്, നമ്പർ ഓഫ് ഹെഡ്സ് ആണ് നമ്മുടെ റാൻഡം വേരിയബിൾ. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് 0, 1, 2, 3 എന്ന് വന്നു. പ്രോബബിലിറ്റി വന്നു 1/8, 3/8, 3/8, 1/8 അങ്ങനെയാണ് നമുക്ക് പിന്നെ പ്രോബബിലിറ്റി വന്നത്. എക്സിൻ്റെ വാല്യൂസ് 0, 1, 2, 3, പ്രോബബിലിറ്റി നമുക്ക് കിട്ടി 1/8, 3/8, 3/8, 1/8 അങ്ങനെ നമ്മൾക്ക് വന്നു. ഇവിടെ നമ്മൾ ഈ സാമ്പിൾ സ്പേസ് എഴുതി അതിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. അതിനുശേഷം പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഈ സാമ്പിൾ സ്പേസിൽ നോക്കി, എന്നിട്ടാണ് നമ്മളിവിടെ ഇതിൻ്റെ പ്രോബബിലിറ്റി എഴുതിയത്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഡിസ്ട്രിബ്യൂഷനും ഒരു പ്രോബബിലിറ്റി ഫങ്ഷൻ ഉണ്ടാവും. പ്രോബബിലിറ്റി ഫങ്ഷൻ എപ്പോഴും ഉണ്ടാവും. എല്ലാ ഡിസ്ട്രിബ്യൂഷനും പ്രോബബിലിറ്റി ഫങ്ഷൻ ഉണ്ടാവും. ആ ഫങ്ഷനിലാണ് നമ്മൾ വാല്യൂസ് കൊടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പം അങ്ങനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബബിലിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നത് P(x) = NCX P⁻x Q⁻n−x എന്നാണ്. എന്താണ് ഈ പാരാമീറ്ററുകൾ n, p ഇതൊക്കെ എന്താണെന്ന്? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ്, അതായത് ഒരു കോയിൻ ഞാനൊരു 10 ടൈംസ് ഇട്ടു, അപ്പോൾ n 10. ഒരു കോയിൻ 3 ടൈംസ് ഇട്ടു, അപ്പോൾ n 3. അതാണ് മീനിങ്. ഇനി എക്സ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് റാൻഡം വേരിയബിൾ എക്സ്. റാൻഡം വേരിയബിൾ എന്താണോ അതിൻ്റെ ഒരു വാല്യൂ. ഇപ്പം നമ്മൾ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യണമെങ്കിൽ റാൻഡം വേരിയബിൾ വാല്യൂസ് 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. മേ ബി എക്സിൻ്റെ വാല്യൂ 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. ഓക്കെ, അതാണ് എക്സ് എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഫോർ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. അതായത്
ഇപ്പോൾ നമ്മൾ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ നമ്മളുടെ റാൻഡം വേരിയബിള് നമ്പർ ഓഫ് ഹെഡ്സ്, അതായത് അവിടെ ഹെഡ് കിട്ടുക എന്ന് പറയുന്നതാണ് ഇവിടെ സക്സസ്. ഈ പി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഫോർ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ എന്നാണ്. അതായത് നിങ്ങൾ ഒരു കോയിൻ 10 പ്രാവശ്യം അല്ലെങ്കിൽ 10 ടൈംസ്, 15 ടൈംസ് ഓർ 20 ടൈംസ് ഓർ 25 ടൈംസ്, 30 ടൈംസ് എന്നൊക്കെ എത്ര പ്രാവശ്യം ഇട്ടു എങ്കിലും പി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇടുമ്പോൾ, അതായത് നിങ്ങൾ ഒരു കോയിൻ ഒരു പ്രാവശ്യം ഇടുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണോ അതാണ് ഈ പി എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പ്രാവശ്യം ഇടുന്നു. ഇപ്പോൾ 20 ടൈംസ് ആണെങ്കിൽ എൻ എസ് 20. പി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പ്രാവശ്യം ഇടുന്നു എന്നുള്ളതല്ല, ഒരൊറ്റ പ്രാവശ്യം ഇടുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണോ അതാണ് പി. അപ്പോൾ ഒരു കോയിൻ്റെ കേസിലാവുമ്പോൾ ഹെഡ് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ പി എപ്പോഴും 1/2 ആയിരിക്കും. ഇപ്പോൾ ഒരു ഡൈയിൻ്റെ കേസാണെങ്കിൽ ഈവൺ നമ്പർ കിട്ടാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ പി എന്ന് പറയുന്നത് എപ്പോഴും 3/6 ആയിരിക്കും. കാരണം ഒരു ഡൈയിൽ 3 ഈവൺ നമ്പർ 3 ഓഡ് നമ്പറാണുള്ളത്. അപ്പോൾ 3/6 1/2 ആയിരിക്കും അവിടുത്തെ പി. അതവിടെ മാറില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ബൈനോമിയലിലെ പ്രത്യേകത. അപ്പോൾ പ്രോബബിലിറ്റി ഫോർ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ എന്ന് പറയുന്നതാണ് പി. അതായത് എത്ര പ്രാവശ്യം നിങ്ങൾ എത്ര പ്രാവശ്യം, ഇപ്പോൾ നിങ്ങൾ ഒരു കോയിൻ 30 പ്രാവശ്യം ഇടുമ്പോൾ അല്ലെങ്കിൽ 20 ടൈംസ് ഇടുമ്പോൾ അതിനെ 20 ട്രയൽസാണ് നടത്തുന്നത്. ഒരു കോയിൻ നിങ്ങൾ 30 ടൈംസ് ടോസ് ചെയ്യുമ്പോൾ അവിടെ 30 ട്രയൽസാണ് നടത്തുന്നത്. അതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ട്രയലിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ കിട്ടാനുള്ള റാൻഡം വേരിയബിൾ, അതായത് ഇപ്പോൾ ഗെറ്റിംഗ് ഹെഡ് ആണെങ്കിൽ ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതാണ് നമ്മളുടെ പി എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഫോർ ഫെയിലിയർ എന്ന് വെച്ചാൽ 1 - p, സ്മോൾ പി, അതാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ N, X, P, Q. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്ത കഥ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഈ പ്രോബർ ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെ ചെയ്യാം എന്നതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഞാൻ എഴുതുന്ന ടോസിങ് എ കോയിൻ 3 ടൈംസ്. അപ്പം നമുക്കറിയാം എക്സിൻ്റെ വാല്യൂസ് 0, 1, 2, 3 ആണ് എക്സിൻ്റെ വാല്യൂസ്. ഇനി എൻ എന്ന് പറയുന്നത് കോയിൻ 3 ടൈംസ് ആണുള്ളത്. അപ്പോൾ എൻ എന്ന് പറയുന്നത് 3. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഫോർ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ എന്ന് വെച്ചാൽ ഒരു കോയിൻ ഒരു പ്രാവശ്യം ഇടുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ 1/2. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ് എൻ്റെ റാൻഡം വേരിയബിൾ. പി 1/2. ക്യൂ എന്ന് പറയുന്നത് 1 - 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഇത്രയും കിട്ടി. എനിക്ക് വേണ്ടത് ഈ എക്സ്പെരിമെൻറ്റിൽ 3 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, 3 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 3 അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫോർമുല ഞാൻ എഴുതുന്നു. NCX P raised to X Q raised to N - X. N എന്ന് പറയുന്നത് ഇവിടെ 3C, എനിക്ക് 3 ഹെഡാണ് കിട്ടേണ്ടത്. 3C3 1/2, P 1/2 ആണ്. 1/2 raised to X 3 ആണ്. ക്യൂബും 1/2 ആണ്. N 3 ആണ്. X 3 ആണ്. 3C3 നിങ്ങൾക്ക് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ 3C3, 3C2, 3C1 ഇതൊക്കെ കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ടേബിൾ ഞാൻ എടുത്തിട്ടില്ലേ, അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 3C3 കാണാം. അല്ലെങ്കിൽ നമ്മളുടെ കാൽക്കുലേറ്റർ നോക്കിയാലും കിട്ടും. 3C3 എന്ന് പറയുന്നത് 1 ആണ്. 1 × 1 ക്യൂബ് എന്ന് വെച്ചാൽ 1 ആണ്. 2 ക്യൂബ് 8 ആണ്. ഇവിടെ 1/2 raised to 0 എന്നാണ് വരിക. 1/2 raised to 0 വെച്ചാൽ 1 ആണ്. ഇപ്പോൾ ഏത് നമ്പറുകൾക്കും raised to 0 വന്നാൽ അതിൻ്റെ ആൻസർ വാല്യൂ 1 ആണ്. അപ്പോൾ ഇത് 1 ആയിട്ട് പോകും. 1 × 1/2 1/8 എന്ന് വരും. ദാറ്റ് ഈസ് 1/8. അപ്പോൾ 3 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/8. നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/8 ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ സാമ്പിൾ സ്പേസ് എഴുതിയിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ഇനി 2 ഹെഡ് ഇട്ടുണ്ടെങ്കിൽ P of X = 2 കൊടുക്കാം. അപ്പോൾ N 3 കൊടുക്കാം. Pക്കും Qനും മാറ്റില്ല. Xന് 2 കൊടുത്താൽ മതി. ഇപ്പോൾ 0 ഹെഡ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Nൻ്റെ സ്ഥാനത്ത് 3, Xൻ്റെ സ്ഥാനത്ത് 0, Pയുടെ സ്ഥാനത്ത് 1/2 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്
ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് പ്രോബ്ലങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ഒരു പ്രോബ്ലം ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. MCOM ടെക്സ്റ്റിലത്തെ ഒരു പ്രോബ്ലമാണ്, നിങ്ങൾക്ക് പറയാം. എ ബോക്സ് കണ്ടെയ്ൻസ് ടെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും, നോക്കിക്കാം. A box contains 100 machine parts. A box contains 100 machine parts of the same type. Out of this, 20 are defective. 10 are selected for inspection. Indicate what is the probability that all 10 are defective. Second question, all 10 are good. At least one is defective, at most 3 are defective. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ പറയുന്നത് ഈ ബോക്സിൽ 100 മെഷീൻ പാർട്സ്, 100 മെഷീൻ പാർട്സ് ഉണ്ട്. അതിൽ ഔട്ട് ഓഫ് ദം 20 ആർ ഡിഫക്റ്റീവ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കണം. 20 ആർ ഡിഫക്റ്റീവ്. ഉണ്ടാവും ചോദിച്ചേക്കണം. 10 are selected for inspection. സാമ്പിളായിട്ട് 10 എണ്ണം അവർ എടുക്കുന്നത്. 10 are selected for inspection. സെലക്ഷൻ ഫോർ ഇൻസ്പെക്ഷൻ അതാണ് അവർ പറയുന്നത്. അത് നിങ്ങളോട് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് all 10 are defective, all 10 are good, at least one is defective, at most 3 are defective. There are 4 questions. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പറയാൻ പറ്റും, ഇവിടെ 2 ഔട്ട്കമാണ് ഈ എക്സ്പെരിമെൻറ്റിന്. ഒന്ന് ഡിഫക്റ്റീവും അടുത്തത് നോൺ ഡിഫക്റ്റീവ്. അല്ലെങ്കിൽ ഒന്ന് ഡിഫക്റ്റീവ് അല്ലെങ്കിൽ ഗുഡ് മെഷീൻ പാർട്സ്, ഡിഫക്റ്റീവ് മെഷീൻ പാർട്സ്. ഇങ്ങനെ 2 ഔട്ട്കമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ 10 എണ്ണമാണ് അവർ എടുക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് all 10 are defective. All 10 are defective. അപ്പോൾ ഇവിടുത്തെ റാൻഡം വേരിയബിൾ ഡിഫക്റ്റീവ് ഐറ്റംസ്. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ്. അതാണ് നമ്മുടെ ഇവിടുത്തെ സക്സസ്. നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ഇത് സെലക്ട് ചെയ്യുന്നത്, ഇൻസ്പെക്ഷൻ സെലക്ട് ചെയ്യുന്നത് 10 എണ്ണമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 എണ്ണം സെലക്ട് ചെയ്യുമ്പോൾ അതിൽ 0 ഡിഫക്റ്റീവ് ഉണ്ടാവാം, 1 ഡിഫക്റ്റീവ് ഉണ്ടാവാം, 2 ഡിഫക്റ്റീവ് ഉണ്ടാവാം, 3 ഡിഫക്റ്റീവ്സ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ എക്സിന് 11 വാല്യൂസ് ഉണ്ടാവും. 0 മുതൽ 10 വരെ. 0 ഡിഫക്റ്റീവ്, 1 ഡിഫക്റ്റീവ്, അങ്ങനെ. ഇവിടെ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഫോർ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ എന്ന് വെച്ചാൽ ആ ബോക്സിൽ നിന്ന് ഒരു ഐറ്റം എടുത്താൽ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയും. ഈ ബോക്സിൽ 100 എണ്ണം ഉണ്ടെങ്കിലും 100 എണ്ണം ഇൻസ്പെക്ഷന് വേണ്ടി എടുക്കുന്നില്ല. ഇൻസ്പെക്ഷന് വേണ്ടി എടുക്കുന്നത് എത്ര എണ്ണമാണോ അതാണ് എക്സ്. ഓക്കെ. ഇനി ഇവിടെ ബോക്സിൽ 100 എണ്ണം ഉണ്ട്, 20 ആർ ഡിഫക്റ്റീവ്. അപ്പോൾ ഒരു ഐറ്റം എടുത്താൽ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 20/100, അതായത് 0.2. ഇതാണ് ഇതിൻ്റെ പി എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് 1 - 0.2, അതായത് 0.8. അപ്പോൾ പി കിട്ടി, ക്യൂ കിട്ടി. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ്. ഇവിടെ സെലക്ട് നോക്കാൻ വേണ്ടി അവർ എടുക്കുന്നത്, സാമ്പിൾ എടുക്കുന്നത് 10 എണ്ണം എടുക്കുന്നത്. n = 10. അപ്പോൾ അവർ 10 എണ്ണം സാമ്പിൾ എടുത്തു. പി കിട്ടി, ക്യൂ കിട്ടി, n കിട്ടി. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് all 10 are defective. all 10 are defective. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 10. പി ഓഫ് എക്സ് = 10 എന്ന് വെച്ചാൽ NC(x), P(x), Q(n-x). അപ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ 10, 10C10. പി എത്ര കിട്ടിയേക്കണേ?
0.2 റേസ് ടു 10. ക്യൂ എന്ന് പറയുന്നത് 0.8 റേസ് ടു n മൈനസ് എക്സ്, 10 മൈനസ് 10, ആൻസർ ഇവിടെ 0 വരും. അപ്പോൾ 10C10 1 ആണ്, 0.2 റേസ് ടു 10 വരും, ഇത് 1 ആണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റൻ ഒക്കെ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റൻ ആണെങ്കിൽ ഓൾ 10 ആർ ഗുഡ്. ഓൾ 10 ആർ ഗുഡ് എന്ന് ചേർത്തെന്ന നോട്ട് ഡിഫക്റ്റീവ് എന്നാണ്. നോട്ട് ഡിഫക്റ്റീവ്. അപ്പോൾ എക്സിൻ്റെ വില എത്ര വരും? 0 വരും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നതാണ് അറ്റ്ലീസ്റ്റ് 1 ഈസ് ഡിഫക്റ്റീവ്. അറ്റ്ലീസ്റ്റ് 1 ഈസ് ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോൾ ഓൾ 10 ആർ ഗുഡ് എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 0 ഡിഫക്റ്റീവ്. അപ്പോൾ നമ്മളിവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കണം. ഇനി അതിൽ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ഈസ് ഡിഫക്റ്റീവ്. അറ്റ്ലീസ്റ്റ് 1 ഈസ് ഡിഫക്റ്റീവ് എന്ന് വെച്ചാൽ 1 അതിനേക്കാൾ കൂടാം. ഒരെണ്ണം ഡിഫക്റ്റീവ് ആവാം, അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എങ്കിലും എന്ന് പറഞ്ഞേക്കണം. ഒരു ഡിഫക്റ്റീവ് ആവാം, 2 ഡിഫക്റ്റീവ് ആവാം, 3 ഡിഫക്റ്റീവ് ആവാം, 4 ഡിഫക്റ്റീവ് ആവാം, അങ്ങനെ 10 ഡിഫക്റ്റീവ് വരെ ആവാം. ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്, പ്രോബബിലിറ്റി ഓഫ്, ഇങ്ങനെ ചോദിച്ചേക്കുന്നത് അറ്റ്ലീസ്റ്റ് 1 ഈസ് ഡിഫക്റ്റീവ്. അറ്റ്ലീസ്റ്റ് 1 ഈസ് ഡിഫക്റ്റീവ് എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 2 എക്സിട്ര 10. ഇതിന് പകരം നിങ്ങൾക്ക് 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ചെയ്താൽ മതി. കാരണം 1 മുതൽ 10 വരയ്ക്ക് ഉണ്ടല്ലോ, 0 ഇല്ലാത്തത്. അപ്പോൾ ഒരു ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. ഒരു റാൻഡം വേരിയബിളിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പോൾ 1ൽ നിന്ന് ഈ 0ൻ്റെ മാത്രം ആൻസർ കുറയ്ക്കുക. കാരണം ഇതിൽ 1 തൊട്ട് 10 വരെ ഉണ്ട്. അപ്പോൾ 0 മാത്രം ഇല്ലാത്തതുള്ളൂ, അത് 1ൽ നിന്ന് കുറയ്ക്കാം. അപ്പോൾ 1 മൈനസ് 10C0 0.2 റേസ് ടു 0 0.8 റേസ് ടു 10. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അതിന് അങ്ങനെ ചിന്ത. ഇനി പ്രോബബിലിറ്റി ഓഫ് ഫോർത്ത് ക്വസ്റ്റ്യൻ അറ്റ്മോസ്റ്റ് 3 ആർ ഡിഫക്റ്റീവ് എന്ന് വെച്ചാൽ പി ഓഫ് അറ്റ്മോസ്റ്റ് 3 ഡിഫക്റ്റീവ് ആവാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ കുറയാം. അറ്റ്മോസ്റ്റ് ഒന്ന് കുറയാം. അതായത് 0 ഡിഫക്റ്റീവ് നിങ്ങൾ പറയണ അറ്റ്മോസ്റ്റ് 50 മാർക്ക്, മാക്സിമം 50 വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 49 48 തുടങ്ങിയാണ് ആവാം. അതുപോലെ 0 1 2 3 ഇത്രയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണം? 10C0 0.2 റേസ് ടു 0 0.8 റേസ് ടു 10 പ്ലസ് 10C1 0.2 റേസ് ടു 1 0.8 റേസ് ടു 9 പ്ലസ് 10C2 0.2 റേസ് ടു 2 0.8 റേസ് ടു 8 പ്ലസ് 10C3 0.2 റേസ് ടു 3 0.8 റേസ് ടു 7. ഇതിൻ്റെ ആൻസറുകൾ വെവ്വേറെ കണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ബാക്കി കുറച്ചുകൂടി പ്രോബ്ലം ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം.